മലപ്പുറം എടപ്പാളിൽ പോലീസ് വേഷത്തിലുള്ള നടനെ കണ്ട് യഥാർത്ഥ പോലീസാണെന്ന് കരുതി സ്കൂട്ടറിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത യുവാവിന് റോഡിൽ തെന്നി വീണ പരിക്ക്. ഹെൽമെറ്റ് ധരിക്കാതെ വന്ന യുവാവ് പോലീസ് പെട്രോളിംഗ് ആണെന്ന് കരുതി സ്കൂട്ടർ ബ്രേക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് നിർത്തിയപ്പോൾ സ്കൂട്ടർ റോഡിൽ നിന്നും തെന്നി മറിഞ്ഞു. എടപ്പാളിൽ സിനിമാ ചിത്രീകരണത്തിനിടെയാണ് അപകടം നടന്നത്. സിനിമ ചിത്രീകരിക്കുന്നതിനിടെ പോലീസ് വേഷത്തിലായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയെ കണ്ട് പോലീസ് പട്രോളിംഗ് ആണെന്ന് കരുതി സ്കൂട്ടറിന് ബ്രേക്ക് ഇട്ടത്. ഒടുവിൽ യുവാവ് തെന്നി വീഴുകയായിരുന്നു. പേടിച്ച് ബ്രേക്ക് ഇട്ടത് കൊണ്ട് തന്നെ പെട്ടെന്ന് കൺട്രോൾ കിട്ടിയില്ല. ഇതാണ് വീഴ്ചയ്ക്ക് കാരണം. ഇന്ന് രാവിലെ 10 മണിയോടെ എടപ്പാൾ പൊന്നാനി റോഡിലായിരുന്നു സംഭവം. ഷൈൻ ടോം ചാക്കോയുടെ സൂത്രവാക്യം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് അപകടമുണ്ടായത്. പോലീസ് വേഷത്തിൽ റോഡിനരികിൽ നിൽക്കുകയായിരുന്നു നടൻ. ഇതിനിടെ ഇതുവഴി സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവാവ് പോലീസ് പട്രോളിംഗ് ആണെന്ന് കരുതി പെട്ടെന്ന് ബ്രേക്കിട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മഴ പെയ്തതിനാൽ റോഡിൽ വെള്ളമുണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രേക്കിട്ടതോടെ തെന്നി വീണ യുവാവിന് പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ഷൈനും സിനിമയുടെ അണിയറ പ്രവർത്തകരും ചേർന്ന് യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന് നിസാര പരിക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. യുവാവിനൊപ്പം സെൽഫിയും എടുത്താണ് നടൻ മടങ്ങിയത്. അപകടത്തെ തുടർന്നുള്ള ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. ഷൈൻ ടോമിന് പുറമെ വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോല് എന്നിവരാണ് സൂത്രവാക്യത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ. തെലുങ്കിലെ പ്രമുഖ സിനിമാ നിർമ്മാണ കമ്പനിയായ സിനിമാ ബണ്ടി മലയാളത്തിൽ ഒരുക്കുന്ന ആദ്യ ചിത്രമാണ് സൂത്രവാക്യം. പുതുമുഖം യുജീൻ ജോസ് ചിറമ്മേലാണ് തിരക്കഥയും സംവിധാനവും ചെയ്യുന്നത്. പെൻഡുലം എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ റെജിൻ എസ് ബാബുവിൻ്റെതാണ് കഥ. അപകടം നടന്നയുടൻ തന്നെ ഷൈൻ ടോം ചാക്കോ തന്നെ യുവാവിനെ വണ്ടിയിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ചികിത്സയ്ക്ക് ശേഷം യുവാവിനൊപ്പം സുഹൃത്തുക്കൾക്കുമൊപ്പം സെൽഫിയും എടുത്താണ് നടൻ മടങ്ങിയത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.